ഒരു നാട്ടിലേക്ക് പലായനം ചെയ്യുമ്പോൾ ആ നാടിന്റെ കൾച്ചർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെ. അവിടുത്തെ രീതികളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം, അവിടുത്തെ നിയമങ്ങളെ ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ അത് പാലിക്കുകയെല്ലാം ചെയ്യണം. വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന നമ്മൾ, അതായത് ഇന്ത്യൻ സമൂഹം, പക്ഷെ ഇതൊന്നും കൈക്കൊള്ളാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ അവർ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തും സഞ്ചരിക്കാൻ ഇന്ത്യക്കാർ ശ്രമിക്കും. ഇത് അവിടുത്തെ സിസ്റ്റത്തെയും ആ രാജ്യത്തെ ആളുകളെയും വല്ലാതെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതെ, കാനഡയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. ഇന്ത്യൻസ് വല്ലാതെ ആ രാജ്യത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാനഡയെ മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണോ ഇമിഗ്രൻസ്? ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ടോക്ക് സ്പേസിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്വാതിശ്രീ കേസ്. ലെറ്റ് us talk about everything. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ സന്ദർശിക്കാൻ വരുന്ന വിദേശികൾ ഒരിക്കൽ പോലും അവരുടെ മര്യാദ വിട്ടു നിന്നിട്ടില്ല. ഇന്ത്യയുടെ റൂൾസിനെ ഫോളോ ചെയ്യുകയല്ലാതെ അത് തെറ്റിക്കാനോ തെറ്റിനെ ശരിയാക്കാനോ ഒന്നും അവർ ശ്രമിച്ചിട്ടില്ല. അവരിവിടെ വന്ന് ഇവിടുത്തെ സ്ഥലങ്ങളും ഭക്ഷണവും എല്ലാം ആസ്വദിച്ച് മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് പോകും. ചിലരാണെങ്കിൽ ഇവിടെ സ്ഥിര താമസമാക്കാറുണ്ട്. വൈവിധ്യമാർന്ന ഇന്ത്യയുടെ സംസ്കാരവും കലാരൂപവും എല്ലാം ഇഷ്ടപ്പെട്ട് അത് പഠിച്ചെടുക്കാനും അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനുമെല്ലാം അല്ലെ. പക്ഷെ ഒരിക്കൽ പോലും അവർ നമുക്കൊരു ബാധ്യതയാവാറില്ല. പക്ഷേ ഇന്ത്യക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ റൂൾസ് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് അവരെ വല്ലാതെ ബാധ്യതയാക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് UK-യിൽ അവിടെ ഇപ്പോഴുള്ള അവസ്ഥയും അവിടെ നടക്കുന്ന കലാപത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു. അവിടെ നടക്കുന്ന പ്രശ്നത്തിന്റെ ഒരു മൂല കാരണം എന്ന് നോക്കുകയാണെങ്കിലും എമിഗ്രൻസിന്റെ കുത്തൊഴുക്കും അല്ലെങ്കിൽ അവർ അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ കാനഡയിൽ നടക്കുന്നത് എന്താണ്? ഖലിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഖലിസ്ഥാൻ അനുയായികളെ കാനഡ ഭരണം അനുകൂലിക്കുന്ന കാര്യങ്ങൾ എല്ലാം അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരും ഖലിസ്ഥാൻ അനുകൂലികളും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇക്കഴിഞ്ഞ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യക്കാരും ഖലിസ്ഥാൻ അനുകൂലികളും തമ്മിൽ ചെറിയ ഏറ്റുമുട്ടലുണ്ടായി. ഒരു രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നതിന് പകരം ആ രാജ്യത്തെ അപമാനിക്കുന്ന കാഴ്ചകളാണ് അവിടെ ഇന്ത്യക്കാർ ചെയ്യുന്നത്. ഇന്ത്യക്കാർ ഉള്ള സ്ഥലങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാകാറുള്ളത് സ്വാഭാവികമായിട്ട് മാറുന്ന കാഴ്ചകളാണ് ഇപ്പൊ കാനഡയിൽ ചെന്നാൽ കാണാൻ സാധിക്കുന്നത് തന്നെ. അതിപ്പോ ബസ്സിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പം ലിക്കർ ഷോപ്പിൽ നിന്നും ലിക്കർ കട്ട് പോകുന്ന അവസ്ഥകൾ വരെ ഇന്ത്യക്കാർ അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വൃത്തിയില്ലാത്തവർ എന്ന പേര് ദോഷമായിരുന്നു അവിടെ ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇപ്പോ മോഷണത്തിന്റെ പേരിൽ നാണം കെടുത്തുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയാണ്. ഈ ആഫ്രിക്കൻ വംശജർ, അതായത് ഈ നീഗ്രോസിന്, അവരെ കുറിച്ചിട്ട് ഒരു പൊതുധാരണയുണ്ട്. അവർ എന്തിനും മടിക്കാത്തവരാണെന്നുള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ മോഷണവും കൊള്ളയും നടത്താറുള്ളതെന്ന്. ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തത് വേറെ ആരുമല്ല, അവർ തന്നെയാണ്. ഏത് നാട്ടിൽ ചെന്നാലും മോഷണവും കള്ളക്കടത്തും അല്ലെങ്കിൽ ഡ്രഗ് കേസിലും ഇവരുടെ ഒരു പങ്ക് ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായിട്ടും. അതുപോലെ ഒരു പേര് ഉടനടി തന്നെ ഇന്ത്യക്കാർക്കും വരാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇന്ത്യക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയ അവസ്ഥയാണ് കാനഡയിൽ ഉള്ളവർക്ക്. ഓരോ വർഷവും 1000-ഓളം ഇന്ത്യക്കാരാണ് കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇലീഗലായിട്ട് കുടിയേറുന്നത്. അതുകൊണ്ട് തന്നെ കാനഡയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാനഡ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഈ പെർമനന്റ് റെസിഡൻസിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് അവിടുത്തെ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാസ് എമിഗ്രൻസ് ആണ് അവിടെ കാനഡയിൽ നടക്കുന്നത് എന്നുള്ളൊരു പേടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഈ കുടിയേറ്റം നടക്കുന്നത് ഇന്ത്യയിൽ നിന്നുമാണ്. തങ്ങളുടെ രാജ്യം പിടിച്ചെടുക്കുകയും അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു ഭയം അവിടെയുള്ള ഓരോ കനേഡിയനിലും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളവർക്ക് ഇന്ത്യക്കാരുടെ പുച്ഛവും വെറുപ്പുമുണ്ട്. കാനഡയിൽ നിയമങ്ങൾ പാലിക്കാത്ത വിഭാഗം ഇന്ത്യക്കാർ മാത്രമാണെന്നുള്ളൊരു ചീത്ത പേര് കൂടി ഇന്ത്യക്കാർക്കുമുണ്ട്. കാനഡയിൽ ഇപ്പം ഹെൽമെറ്റ് വെക്കാതെ ആരും അവിടെ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യാറില്ല. അങ്ങനെ ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നവർ വളരെ ആശ്ചര്യത്തോടെയും അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടിയാണ് അവിടെയുള്ളവർ കാണാറുള്ളത്. എന്നാൽ ഇന്ത്യക്കാർ എവിടെ ചെന്നാലും അവിടെയുള്ള റൂൾസ് ബ്രേക്ക് ചെയ്യാറുണ്ടല്ലോ. ഇവിടെയും അവർ അങ്ങനെ തന്നെ
ഹെൽമെറ്റ് വെക്കാതെ ഇന്ത്യൻ റോഡുകളിൽ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ യാത്ര ചെയ്യും. അതുപോലെ ഈ ഫുട്പാത്തിലൂടെ കാർ ഓടിക്കുക, വെള്ളമടിച്ച് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ അവിടെ പെരുമാറുക, അങ്ങനെയുള്ള വ്യത്യസ്ത കലാപരിപാടികളാണ് ഇന്ത്യക്കാർ കാനഡയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാനഡയിലേക്ക് കൂടുതൽ എമിഗ്രൻസിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു പോളിസി പോലും അവിടെ ഇല്ലാതാവുകയാണ്. ആ ഒരു പോളിസിയിൽ, അതായത് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പോളിസിയിൽ വരെ മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഉള്ള സ്ഥലവും കിടപ്പാടവും എല്ലാം വിറ്റ് പണവുമായാണ് വിദേശത്തേക്ക് ഓരോ ഇന്ത്യക്കാരും കയറിപ്പോരുന്നത്. ഇവിടെ വന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നല്ല ജോലി വാങ്ങി നല്ല രീതിയിൽ സമ്പാദിച്ച് അവിടെ തന്നെ സെറ്റിൽഡ് ആയി അവിടുത്തെ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമാണ്, നമുക്കും സന്തോഷമാണ്, എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ അമിതമായ രീതിയിലുള്ള ഈ കുടിയേറ്റം അവിടുത്തെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ്. കുടിയേറ്റ വിരുദ്ധ വികാരമാണ് ഇപ്പോൾ കാനഡയിൽ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ കാനഡയിൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ ശക്തമായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ വർക്ക് വിസയിൽ ഗണ്യമായ കുറവാണ് അവിടുത്തെ ഗവൺമെന്റ് വരുത്തിയിരിക്കുന്നത്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പെർമനന്റ് റെസിഡൻസിയിൽ വലിയ മാറ്റമാണ് കാനഡ ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് 2024 5 ലക്ഷത്തോളം പേർക്കാണ് പെർമനന്റ് റെസിഡൻസി കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് അത് വലിയ തോതിൽ വെട്ടിച്ചുരുക്കാനാണ് കാനഡ ഗവൺമെന്റ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആർക്കാണ്? ഇന്ത്യൻ സമൂഹത്തെയാണ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കാനഡയിലേക്ക് ഏറ്റവും കൂടുതൽ കുടിയേറുന്നത് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യ വിരുദ്ധ വികാരമാണ് കാനഡക്കാർക്കുള്ളത്. എല്ലാ ഇന്ത്യക്കാരും അവിടെ പ്രശ്നക്കാരൊന്നും അല്ല. ഇപ്പൊ ചിലരുടെ അപമര്യാദയായിട്ടുള്ള പ്രവൃത്തി മറ്റുള്ള ഇന്ത്യക്കാർക്ക് കൂടി ദോഷം ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇപ്പൊ ഗുഡ് മാനേഴ്സ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇപ്പൊ കൾച്ചറുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് വളരെ കുറവാണെന്ന് തന്നെ പറയാം. എവിടെ എങ്ങനെ പെരുമാറണം എന്ന് ഇന്ത്യൻസിന് അറിയില്ല. സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം, അതായത് മാന്യമായി എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ആ ഒത്തുതീർപ്പാക്കണം എന്നൊന്നും ഇന്ത്യൻസിന് അറിയില്ല. ഒരു സോറി പറഞ്ഞ് തീർക്കേണ്ട പല കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളാക്കി മാറ്റാറുണ്ട് ഇന്ത്യൻസ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് നമ്മൾ കടിച്ചു കീറാറുണ്ട്. അവിടെ പിന്നെ അടിയായി പ്രശ്നങ്ങളായി. അതിപ്പോ സായിപ്പായാലും മദാമയായാലും വിട്ടുകൊടുക്കില്ല. തല എടുത്തിട്ടേ പോരൂ എന്നുള്ള പിടിവാശി ഇന്ത്യക്കാർക്കുള്ളതാണ്. അത് തന്നെയാണ് ഇന്ത്യൻ വിരുദ്ധതയ്ക്കുള്ള ഒരു പ്രധാന കാരണം. ഇത് മറ്റുള്ള സ്വന്തം കാര്യം നോക്കി പോകുന്ന ഇന്ത്യൻസിനെയും അവരുടെ PR-നെയും ബാധിക്കും എന്നതാണ് സങ്കടകരമായ മറ്റൊരു കാര്യം. എത്രയോ സാധാരണക്കാരാണ് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് PR എന്ന മോഹവുമായിട്ട് കാനഡയിൽ വരുന്നത്. അതെല്ലാം സ്വന്തം രാജ്യത്തിന്റെ ശക്തി കാനഡ പോലുള്ള രാജ്യങ്ങളിൽ കാണിക്കാം എന്ന് പറഞ്ഞ് പുറപ്പെടുമ്പോൾ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ ജീവിതം ഇല്ലാതാകുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത്. അത് മറ്റുള്ളവരെ കൂടി ബാധിക്കും എന്നുള്ള കാര്യം. ഇനി സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഇപ്പൊ ഇത് ചെയ്ത് കൂട്ടുന്നവർ തകർക്കുന്നത് ഭാവിയിൽ കാനഡയിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ വരാൻ പോകുന്ന തലമുറയുടെ സ്വപ്നങ്ങളെയാണ്. ഇനി നാളെ കാനഡയിൽ കാലുകുത്താൻ ഒരു ഇന്ത്യക്കാരന് പോലും അവസരം അവർ ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. ഇത് കാനഡയിൽ മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത്, മറ്റു രാജ്യങ്ങളും ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങും. മറ്റൊരു കാര്യം, കാനഡയിൽ വന്ന് ജോലി ലഭിക്കാത്തവരും അല്ലെങ്കിൽ PR ലഭിക്കാത്തവരും ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഇല്ലീഗലായി അമേരിക്കയിലേക്ക് കുടിയേറുക എന്നുള്ളതാണ്. അത് അതിലും വലിയ പ്രശ്നത്തിലേക്കായിരിക്കും ചെന്നെത്തിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ, നിങ്ങളുടെ കാനഡയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക. കൂടാതെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു അന്ത്യം കുറിക്കാൻ അവരോട് സൂചിപ്പിക്കുക. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.